നമസ്തേ. സരളം സംസ്കൃതം പാഠശാല എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് 5ാം ക്ലാസ്സിലെ സംസ്കൃതം പാഠപുസ്തകമാണ്. ഇപ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്നത് പാഠം 5. പഞ്ചമഃ പാഠഃ. പഞ്ചമഃ പാഠഃ. 5ാമത്തെ പാഠം. സർവേ ഭവന്തു സുഖിനഃ. സർവേ ഭവന്തു സുഖിനഃ. സർവേ സുഖിനഃ ഭവന്തു. സർവേ എല്ലാവരും, സുഖിനഃ സുഖമുള്ളവരായിട്ട്, ഭവന്തു തീരട്ടെ, എല്ലാവർക്കും നല്ല സുഖം ഉണ്ടാവട്ടെ. പഞ്ചമഃ പാഠഃ. സർവേ ഭവന്തു സുഖിനഃ. എല്ലാവരും നല്ല സുഖമുള്ളവരായി തീരട്ടെ. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഞാൻ യോജിക്കുന്നുണ്ട്. നമുക്കുള്ളത്, അല്ലെങ്കിൽ നമുക്ക് സുഖമുള്ളതുപോലെ തന്നെ ഈ എല്ലാ ആളുകൾക്കും ജീവജാലങ്ങൾക്കും സുഖം ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നിങ്ങളോ? നിങ്ങൾക്കും അത് തന്നെയല്ലേ വേണ്ടത്? ആരെങ്കിലും കഷ്ടപ്പെടുന്നതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. വേദന ഉണ്ടാവില്ലേ? ഉണ്ടാവും അല്ലേ? അപ്പോൾ എല്ലാവരും നല്ല സുഖമുള്ളവരായി തീരട്ടെ. സർവേ ഭവന്തു സുഖിനഃ അല്ലേ? സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. അങ്ങനെ ഉള്ള ആ ഒരു ശ്ലോകത്തിൻ്റെ ആദ്യത്തെ വരിയാണത്. സർവേ ഭവന്തു സുഖിനഃ. എല്ലാവരും നല്ല സുഖമുള്ളവരായി തീരട്ടെ. സർവേ സന്തു നിരാമയാഃ. എല്ലാവരും ആമയമില്ലാത്തവരായിട്ട്, രോഗമില്ലാത്തവരായിട്ട് തീരട്ടെ. സർവേ ഭദ്രാണി പശ്യന്തു. എല്ലാവർക്കും നല്ല ഭദ്രം, മംഗളം കാണുമാറാകട്ടെ. മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ആരും ദുഃഖിക്കാതിരിക്കട്ടെ. നല്ല ഒരു പ്രാർത്ഥന അല്ലേ? എത്ര വിശ്വം ഭവത്യേകനീടം ഇത് ചിന്ത അന്യോന്യാശ്രിത ജീവിതേ അനിവാര്യമേവ. വൃക്ഷലതാദീൻ പക്ഷിമൃഗാദീൻ ച പ്രതി കസ്യാശ്ചിത് ബാലികായാഃ സ്നേഹഃ കഥമിതി പശ്യാമഃ. എത്ര വിശ്വം ഭവത്യേകനീടം. ഇത് ഒരു വലിയൊരു ധ്യേയവാക്യമാണ്. വിശ്വഭാരതി സർവകലാശാലയുടെ ധ്യേയവാക്യമാണ്. സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. അദ്ദേഹത്തിന് നോബൽ പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ? ഗീതാഞ്ജലി നോബൽ പുരസ്കാരം അക്കാലത്ത് കിട്ടിയിട്ടുണ്ട്. ശാന്തി, സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള അനവരത പ്രയത്നങ്ങളുടെ ഫലമായിട്ട് കിട്ടിയതാണ്. അപ്പോൾ എത്ര വിശ്വം ഭവത്യേകനീടം. എവിടെയാണോ ഈ ലോകം ഒരു പക്ഷിക്കൂടെന്ന പോലെ ഒന്നാകുന്നത്, ഒരു പക്ഷിക്കൂടിൽ തള്ളപ്പക്ഷിയും ആ കുഞ്ഞുങ്ങളും എല്ലാം തന്നെ തള്ളപ്പക്ഷിയുടെ അടിയിൽ നിർഭയരായിട്ട് കഴിയും പോലെ ഈ ലോകം എന്ന ആ കൂടിനുള്ളിൽ എല്ലാവർക്കും നല്ല സുഖമുള്ളവരായി തീരട്ടെ. എല്ലാവർക്കും ശാന്തി ഉണ്ടാവട്ടെ. എല്ലാവർക്കും മംഗളം ഉണ്ടാകട്ടെ. എത്ര വിശ്വം ഭവത്യേകനീടം. ഇത് വിശ്വഭാരതി സർവകലാശാലയുടെ ധ്യേയവാക്യമാണ്. ഇതിൽ നാംന അന്യോന്യാശ്രിത ജീവിതേ അനിവാര്യമേവ. നമ്മൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. ഓരോ കാര്യങ്ങൾക്കും മറ്റൊരാളെ ആശ്രയിക്കണം. അതിന്ന് ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പണം കൊടുത്തിട്ട് കാര്യങ്ങൾ നേടുന്നുണ്ടല്ലേ? ചിലത് ഒരു വാക്കുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് കിട്ടണമെന്ന് പണമില്ലാത്തവർക്ക് ഒന്ന് ചെയ്തു തരുമോ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് കിട്ടി വരുന്നു അല്ലേ? അങ്ങനെ എവിടെയാണോ ഈ വിശ്വം, ഈ ലോകം ഒരു പക്ഷിക്കൂട് പോലെ ഒന്നാകുന്നത്, ആ സ്ഥലമാണ് ഇത്. അതാണ് ഈ വിശ്വഭാരതി സർവകലാശാല. ശാന്തിയുടെയും സംസ്കാരത്തിൻ്റെയും ഈ എല്ലാ ലോകത്തുമുള്ള എല്ലാ ശാന്തിയും ഇവിടെ ഉണ്ടാകും, എല്ലാ സംസ്കാരവും ഇവിടെ ഉണ്ട്, എല്ലാം ഇവിടെ ഉണ്ട്. ഇതൊരു പക്ഷിക്കൂട് പോലെയാണ്. എത്ര വിശ്വം ഭവത്യേകനീടം ഇത് ചിന്ത അന്യോന്യാശ്രിത ജീവിതേ അനിവാര്യമേവ.
അന്യോന്യാശ്രിത ജീവിതത്തിൽ അന്യോന്യം നമ്മൾ ആശ്രയിക്കുന്നുണ്ട് പല കാര്യങ്ങൾക്കും. ആ ജീവിതത്തിൽ ഇത് അനിവാര്യമാണെന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒരു ഭാവന നമുക്ക് വേണം. നമ്മളെല്ലാം ഒന്നാണെന്നൊരു ഭാവം. വൃക്ഷലതാദീൻ വൃക്ഷലതാദീൻ പക്ഷിമൃഗാദീൻ ച പ്രതി കസ്യചിത് ബാലികായാ സ്നേഹ കഥമിതി പശ്യാമഹ. വൃക്ഷലതാദികളോടും പക്ഷിമൃഗാദികളോടും എല്ലാം തന്നെ ഒരു ബാലിക, ഒരു പെൺകുട്ടിക്കുള്ള സ്നേഹം എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ലത പഞ്ചമകക്ഷ്യായാം പഠതി. ലത പഞ്ചമകക്ഷ്യായാം പഠതി. തസ്യാഹ ഗൃഹസ്യ പുരതഃ ഏകः വടവൃക്ഷः अस्ति. തസ്മിन् വൃക്ഷേ ബഹവः പക്ഷിണः ശാബകാശ്ച നിവസन्ति. ലതാ പ്രതിദിനം തേഭ്യः ഭക്ഷണം ദദാതി. കിന്തു കേചന തം വടവൃക്ഷം കർത്തയന്തി ഇതി ജ്ഞാത്വാ സാ അതീവ ഖിന്നാ ജാത. വാർത്താമിമാം അധ്യാപകായ നിവേദയിതും സ തസ്യ ഗൃഹം ഗച്ഛതി. ലത പഞ്ചമകക്ഷ്യായാം പഠതി. ലത 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. തസ്യാഹ ഗൃഹസ്യ പുരതഃ ഏകഃ വടവൃക്ഷഃ അസ്തി. തസ്യാഹ അവളുടെ, തസ്യ അവൻ്റെ, തസ്യാഹ അവളുടെ, തസ്യാഹ ഗൃഹസ്യ വീടിൻ്റെ, ക്ഷേത്രസ്യ വയലിൻ്റെ, പുസ്തകസ്യ പുസ്തകത്തിൻ്റെ, കൃഷ്ണസ്യ കൃഷ്ണൻ്റെ, രാമസ്യ രാമൻ്റെ, അധ്യാപകസ്യ അധ്യാപകൻ്റെ, ഛാത്രസ്യ വിദ്യാർത്ഥിയുടെ. അങ്ങനെ തസ്യാ ഗൃഹസ്യ പുരതഃ ഏകഃ വടവൃക്ഷഃ അസ്തി. പുരതഃ മുന്നിൽ, പുരതഃ മുൻഭാഗത്ത്, ഗൃഹസ്യ പുരതഃ ഏകഃ വടവൃക്ഷഃ അസ്തി. ഒരു വടവൃക്ഷമുണ്ട്, ഒരു ആൽമരമുണ്ട്, ഒരു വലിയ ആൽമരമുണ്ട്. തസ്മിൻ വൃക്ഷേ ആ വൃക്ഷത്തിൽ ബഹവഃ പക്ഷിണഃ ശാബകാഃ ച നിവസന്തി. അനേക തരത്തിലുള്ള പക്ഷികളും അവരുടെ കുഞ്ഞുങ്ങളും എല്ലാം തന്നെ കൂടുകൂട്ടി അവിടെ താമസിക്കുന്നുണ്ട്. ലത പ്രതിദിനം തേഭ്യഃ ഭക്ഷണം ദദാതി. അവൾ നിത്യവും ഈ പക്ഷികൾക്കെല്ലാം വേണ്ടിയിട്ട് ഭക്ഷണം ദദാതി, ഭക്ഷണം നൽകുന്നു. കിന്തു കേചന തം വടവൃക്ഷം കർത്തയതി. അവളൊരു വാർത്ത കേൾക്കണം. കേചന തം വടവൃക്ഷം കർത്തയന്തി ഇതി. ആരോ ഈ വടവൃക്ഷത്തെ മുറിക്കും. ഇവിടെ നോക്കാം. കിന്തു കേചന വടവൃക്ഷം കർത്തയതി ഇതി ജ്ഞാത്വ. എന്നാൽ ആരോ ചിലർ ഈ വടവൃക്ഷത്തെ മുറിക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ട് എന്നുള്ള വാർത്താജ്ഞാത്വ, ആ വിവരം മനസ്സിലാക്കിയിട്ട് സാതീവ ഖിന്നാജാത. അവളുടെ മനസ്സ് വളരെയധികം ദുഃഖിച്ചു. അവളുടെ മനസ്സിൽ വളരെയധികം ദുഃഖമുണ്ടായി. എന്തെല്ലാം നഷ്ടപ്പെടും അല്ലേ? ആ ദുഃഖം, വൃക്ഷമാണ് പോകുന്നതെങ്കിലും അവളുടെ ദുഃഖം അവളുടേതായിട്ടുള്ള എന്തോ നഷ്ടപ്പെടും പോലെയാണ് അവൾക്ക് തോന്നുന്നത്. അവളെല്ലാം തന്നെ തൻ്റേതായിട്ട് കരുതാണ്. എല്ലാത്തിനും സർവേ ഭവന്തു സുഖിനഃ എന്നല്ലേ അവൾ പറയുന്നത് നേരത്തെ തന്നെ. അങ്ങനെ വടവൃക്ഷം കർത്തയന്തി ഇതി ജ്ഞാത്വ സാ അതീവ ഖിന്ന ജാത. അവൾ അതീവ ദുഃഖിതയായി. ഖിന്നാ ജാത, ദുഃഖിതയായി. വാർത്താം ഇമാം, 2 വാക്കുണ്ട് അവിടെ, 2 പദമുണ്ട്. വാർത്താം ഇമാം അധ്യാപകായ നിവേദയിതും. അധ്യാപകനെ അറിയിക്കുവാൻ, അധ്യാപകന് വേണ്ടി അറിയിക്കുവാൻ വേണ്ടി. അപ്പോൾ 2 വേണ്ടി അവിടെ പറയണ്ടല്ലോ നേരത്തെ. അധ്യാപകനായിക്കൊണ്ട് അറിയിക്കുവാൻ വേണ്ടി സാ തസ്യ ഗൃഹം ഗച്ഛതി. അവൾ അവളുടെ വീട്ടിലേക്ക് പോകുന്നു. ലത അധ്യാപകായ നിവേദയിതും സാ തസ്യ ഗൃഹം ഗച്ഛതി. അവൾ അദ്ദേഹത്തിൻ്റെ, ആ അധ്യാപകൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ലത നമസ്തേ മഹോദയ, സുപ്രഭാതം. നമസ്തേ, നമസ്തേ, അങ്ങേക്ക് നമസ്കാരം. മഹോദയ, അല്ലയോ, എന്താ പറയുക, മഹത്വമുള്ള ആളെയാണ് മഹോദയ എന്ന് പറയാം. അല്ലയോ ശ്രീമാൻ, അങ്ങേക്ക് നമസ്തേ. സുപ്രഭാതം, സുപ്രഭാതം, ഗുഡ് മോർണിംഗ് എന്ന് പറയല്ലോ. അതിൻ്റെ മലയാളവും സംസ്കൃതവും ഒക്കെയാണ് സുപ്രഭാതം. അധ്യാപകൻ തിരിച്ചു മറുപടി പറയുന്നത് എങ്ങനെയാണ്? നമസ്തേ ലതേ,
ഇതൊരു ചെറിയ കുട്ടിയാണെന്ന് കരുതിയിട്ട് നമസ്തേ എന്ന് പറയാതിരിക്കില്ല അധ്യാപകൻ. ഈ നമസ്തേ എന്ന് പരസ്പരമുള്ള സ്നേഹത്തിൽ നിന്ന് മാത്രം ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ എല്ലാവരെയും ആ ഉള്ളിലുള്ള ആ ചൈതന്യത്തെ നമിക്കുകയാണ്. ആ ഈശ്വരീയമായ ചൈതന്യത്തെ നമ്മൾ നമിക്കുകയാണ്. നമസ്തേ ലതേ, നമസ്തേ ലതേ. ലതായെ സംബോധന ചെയ്യാണ്. ലതേ, സീതാ സീതേ, കന്യാ കന്യേ, ലതാ ലതേ, ധന്യ ധന്യേ, അങ്ങനെയൊക്കെ ഉണ്ട്. നമസ്തേ ലതേ, സുപ്രഭാതം. ആഗച്ഛതു, വരൂ. ഉപവിശതു, ഇരിക്കൂ. ഇത് ആഗച്ഛതു, പശ്യതു എന്നൊക്കെ പറഞ്ഞ പോലെയാണ്. ലോട്ട് ലകാരാണ്. അതായത് ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വിധിക്കുക, ആശിസ് കൊടുക്കുക, പ്രാർത്ഥിക്കുക. ഈ അർത്ഥത്തിലൊക്കെ ലോട്ട് വരും, ലോട്ട് ലകാരം വരും. നമസ്തേ ലതേ, സുപ്രഭാതം. ആഗച്ഛതു, വരൂ. ഉപവിശതു, ഇരിക്കൂ. കിം ദുഃഖിത ലക്ഷ്യതേ, എന്താണ് ഒരു ദുഃഖമുള്ള പോലെ കാണപ്പെടുന്നത്? മുഖം കണ്ടിട്ട് ഒരു ദുഃഖം മനസ്സിലുണ്ടെന്നാണല്ലോ തോന്നുന്നത്. ലത, മഹാശയ, അല്ലയോ ശ്രീമൻ. സർവേ ഭൂമേഹേ സ്വാമിനഃ ഇതി ഭവതാ പാഠിതം കില. സർവേ. നമസ്തേ മഹോദയ, സുപ്രഭാതം. അധ്യാപക, നമസ്തേ ലതേ, സുപ്രഭാതം. ആഗച്ഛതു, ഉപവിശതു. കിം ദുഃഖിത ലക്ഷ്യതേ. ലത, മഹാശയ, സർവേ ഭൂമേഹ സ്വാമിനഃ ഇതി ഭവതാ പാഠിതം കില. അധ്യാപക, ആം, തത് സത്യമേവ. സർവേ ഭൂമേഹ സ്വാമിനഃ ഏവ. ലത, തർഹി അസ്യാഹ സമസ്യായാഹ പരിഹാരം വദതു. അധ്യാപക, കാ സമസ്യ? ലത, മമ ഗൃഹസ്യ പുരതഃ ഏകः വടവൃക്ഷः अस्ति. തത്ര ബഹവः പക്ഷിണः ശാബകാശ്ച നിവസന്തി. വയം തേഭ്യः പ്രതിദിനം ഭക്ഷണം യച്ഛാമः. അധ്യാപക, ഉത്തമം, വളരെ ഉത്തമം. ലത, കിന്തു തം പാദപം ഛേത്തും തസ്യ സ്വാമി നിശ്ചയം അകരോത്. ഏന കേനാപി മാർഗേണ തൻ നിവാരയേത്. അധ്യാപക, തവ സഹജീവി സ്നേഹः മഹത്തര ഏവ. വത്സേ, അഭിനന്ദനാനി. തസ്യ രക്ഷണാർത്ഥം വയം പരിശ്രമം കുർമഃ. ചിന്തയാ അലം. ലത, മഹാൻ സന്തോഷः. ധന്യവാദः. അധ്യാപക, ശുഭമസ്തു. പുനർമിലാവഹ. അപ്പോൾ ലത അധ്യാപകൻ്റെ അടുത്ത് പോവാണ്. ലത പറയാണ്, നമസ്തേ മഹോദയ, നമസ്തേ മഹോദയ, സുപ്രഭാതം. അല്ലയോ ശ്രീമൻ, നമസ്തേ, സുപ്രഭാതം. അധ്യാപക, നമസ്തേ ലതേ. ലതയ്ക്ക് ഇങ്ങോട്ട് തിരിച്ചും കൊടുക്കണം. നമസ്തേ ലതേ, സുപ്രഭാതം. ലതേ, നിനക്ക് നമസ്കാരം, സുപ്രഭാതം, ഗുഡ് മോർണിംഗ്. ആഗച്ഛതു, വരൂ. ഉപവിശതു, ഇരിക്കൂ. കിം ദുഃഖിത ലക്ഷ്യതേ, എന്താണ് ഒരു ദുഃഖമുള്ള പോലെ കാണപ്പെടുന്നു? ലത, മഹാശയ, അല്ലയോ ശ്രീമൻ, സർവേ ഭൂമേഹേ സ്വാമിനഃ ഇതി ഭവതാ പാഠിതം കില. സർവേ, എല്ലാവരും, ഭൂമേഹേ, ഭൂമിയുടെ, സ്വാമിനഃ ഇതി, സ്വാമികളാണ് എന്ന് ഭവതാ പാഠിതം കില, അങ്ങ് പഠിപ്പിച്ചതാണല്ലോ ഞങ്ങളെ. അധ്യാപക, ആ, തത് സത്യമേവ. ഓ, അത് സത്യം തന്നെയാണല്ലോ. എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഈ ഭൂമി. ഇതി ഭവതാ സർവേ ഭൂമേഹേ സ്വാമിനഃ ഏവ. എല്ലാവരും ഭൂമിയുടെ അവകാശികളാണ്, സ്വാമികളാണ്, യജമാനന്മാരാണ്. ലത, തർഹി അസ്യാഹ സമസ്യായാഹ പരിഹാരം വദതു. എന്നാൽ ഈ സമസ്യ, ഒരു പ്രശ്നം, ഒരു വലിയൊരു കാര്യം, ഒരു പ്രശ്നമുണ്ട് ഇവിടെ. അതൊന്ന് പരിഹരിക്കാനുള്ള പരിഹാരം എങ്ങനെയാണ് ഉണ്ടാകുക എന്നൊന്ന് പറയൂ. അധ്യാപക, കാ സമസ്യ, അതെന്തൊരു സമസ്യ? ലത, മമ ഗൃഹസ്യ പുരതഃ ഏകഃ വടവൃക്ഷः अस्ति. മമ ഗൃഹസ്യ പുരതഃ, എൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു ഏകഃ വടവൃക്ഷः अस्ति, ഒരു വലിയ വടവൃക്ഷമുണ്ട്, ഒരു ആൽമരമുണ്ട്. തത്ര ബഹവഃ പക്ഷിണഃ ശാബകാശ്ച നിവസന്തി. അവിടെ അനേകം പക്ഷികളും പക്ഷിക്കുഞ്ഞുങ്ങളും എല്ലാം നിവസിക്കുന്നുണ്ട്. വയം തേഭ്യഃ പ്രതിദിനം ഭക്ഷണം യച്ഛാമഃ. ഞങ്ങൾ നിത്യവും അവർക്ക് ഭക്ഷണവും കൊടുക്കുന്നു. അധ്യാപക, ഉത്തമം, വളരെ നല്ലത്, വെരി ഗുഡ്, ഉത്തമം, സമീചീനം. ലത, കിന്തു തം പാദപം ഛേത്തും തസ്യ സ്വാമി നിശ്ചയമകരു. എന്നാൽ തം പാദപം ഛേത്തും, ആ ഛേത്തും, അത് മറ്റൊരു വാക്കാണ് കേട്ടോ, മനസ്സിലിരുന്നോട്ടെ. ഛേത്തും, ഛേദിക്കുവാൻ. തം പാദപം ഛേത്തും, തം പാദപം, ആ പാദപത്തെ, പാദപം എന്ന് പറഞ്ഞാൽ വൃക്ഷം, ആ വൃക്ഷത്തെ ഛേത്തും, മുറിക്കുവാൻ വേണ്ടി തസ്യ സ്വാമി നിശ്ചയമകരോ, അതിൻ്റെ
സ്വാമി ഉണ്ടല്ലോ, അതിൻ്റെ ഉടമസ്ഥൻ നിശ്ചയം അകരോത് നിശ്ചയിച്ചിട്ടുണ്ട്. അകരോത് അതൊരു പുതിയ വാക്കാണ് കേട്ടോ. നമ്മൾ നേരത്തെ കരോതി എന്ന വാക്ക് പഠിച്ചിട്ടുണ്ട്, നേരത്തെ കൃഞ്ഞധാതു രട്ട് കരോതി കുരുതഹ കുറുവന്തി പഠിച്ചതൊക്കെ എപ്പോഴും ഓർത്താൻ നല്ലതാണ്. ആ കരോതി എന്ന വാക്ക് ഭൂതകാലത്തിൽ പറയുമ്പോൾ അകരോത് എന്നാണ് പറയാം. നമ്മൾ പഠതി എന്ന വാക്ക് ഭൂതകാലത്തിൽ പറയുമ്പോൾ അപഠത് എന്നാണ് പറയാം. നമതി അനമത്, ഹസതി അഹസത്. ഈ കരോതി ഒരു ലേശം വ്യത്യാസമുള്ള വാക്കാണ്. അതിൻ്റെ ഭൂതകാല രൂപത്തിനും ഒരു വാക്ക് വ്യത്യാസം കാണുന്നുണ്ട്. കരോതി അകരോത് അതിൻ്റെ സ്വാമി നിശ്ചയിച്ചിട്ടുണ്ട്. കേനാഭി മാർഗേണ, ഏതെങ്കിലും മാർഗം ഉപയോഗിച്ചിട്ട് തൻ നിവാരേത്, രണ്ട് വാക്ക് അവിടെയുണ്ട്. തത് നിവാരയേത് കേനാഭി മാർഗേ, കേന അഭി കേനാഭി കേനാഭി മാർഗേണ തൻ നിവാരയേത്, അത് ഒന്ന് ഇല്ലാതാക്കണം, മുടക്കണം. അധ്യാപക തവ സഹജീവി സ്നേഹ മഹത്തരായവ, നിനക്ക് സഹജീവികളോടുള്ള നിൻ്റെ കൂടെ നിൻ്റെ സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാ ജീവികളോടും ഉള്ള ആ സ്നേഹമുണ്ടല്ലോ, സഹജീവി സ്നേഹമുണ്ടല്ലോ, അത് പക്ഷിമൃഗാദികളോട് പോലും നിനക്കുണ്ട്. ആ സ്നേഹം മഹത്തരയേവം, അത് മഹത്തരമാണ്, ഏറ്റവും വലുതാണ്. വത്സേ മോളെ അഭിനന്ദനാനി, നിനക്ക് അഭിനന്ദനങ്ങൾ. നിൻ്റെ ആ നല്ല മനസ്സിന് അദ്ദേഹം ആ നല്ല മനസ്സുള്ള ആ കുട്ടിയെ പ്രതി അദ്ദേഹത്തിന് സന്തോഷം ഉണ്ടാവുകയാണ്, അഭിനന്ദനങ്ങൾ പറയണം. തസ്യ രക്ഷണാർത്ഥം തസ്യ ആ മരത്തെ രക്ഷണാർത്ഥം വയം പരിശ്രമം കുർമഹ, ആ മരം രക്ഷിക്കുവാൻ ഞങ്ങൾ പരിശ്രമിക്കും. നിശ്ചിന്തയാ അലം, നീ ഒരു കാര്യം നീ ഓർത്ത് വിഷമിക്കേണ്ട. ചിന്തയാലം, ചിന്തിക്കേണ്ട. അലം മതി, ചിന്ത മതി, ദുഃഖിക്കേണ്ട. ചിന്ത മതി എന്ന് പറഞ്ഞാൽ ചിന്ത വേണമെന്നല്ല, ചിന്തയ്ക്കേ വേണ്ട. ലത മഹാൻ സന്തോഷ, വളരെ സന്തോഷം. ധന്യവാദ, നന്ദി. നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്ത് കിട്ടിയാൽ നന്ദി പ്രകടിപ്പിക്കണം നമുക്ക്. അത് നല്ലൊരു ശീലമാണ്. കൃതജ്ഞത പറയും എന്ന് പറയുമല്ലോ, നന്ദി രേഖപ്പെടുത്തണം. എനിക്ക് ആ കാര്യം ചെയ്തു തന്ന നിങ്ങൾക്ക് എൻ്റെ സന്തോഷം അറിയിക്കണം, എൻ്റെ നന്ദി അറിയിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ചെറുപ്പം നമുക്ക് വരില്ല. എന്നാൽ അത് ആ നന്ദിയുള്ള ഒരാളാക്കി തീർക്കാൻ നമ്മെ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് എത്ര വലിയ ആളാവുമ്പോഴും ഏത് കാര്യം ചെയ്ത് തരുന്ന ആൾക്കാരോടും എന്തുണ്ടാവും, ഒരു കൃതജ്ഞത ഉണ്ടാവും, നന്ദി ഉണ്ടാവും. നന്ദി നന്ദി എന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്, നന്ദി എന്നാണ് അല്ലേ. അപ്പോൾ അധ്യാപകൻ പറയണം ശുഭമസ്തു, ശുഭം അസ്തു, മംഗളം ഭവിക്കട്ടെ. ശുഭം മകാരെഴുതി തോണ്ടലിടണം, ഒരു 8 പോലെ ഇടണം എന്ന് പറഞ്ഞില്ലേ. ശുഭം അസ്തു പുനർമിലാമഹ, അത് സീ യു പറയുമല്ലോ, നമ്മളിപ്പോൾ പറയാറില്ലേ സീ യു, നമുക്ക് വീണ്ടും കാണാം. പുനർദർശനായ, നല്ലൊരു പദമാണ്. നമ്മൾ 2 പേര് 2 സ്ഥലത്തേക്ക് പോണ സമയത്ത് പുനർമിലാമഹ, 2 ആളാണല്ലോ, പുനർമിലാവഹ എന്ന് പറയും. ധാരാളം ആൾക്കാരുണ്ടെങ്കിൽ പുനർമിലാമഹ എന്ന് പറയും, വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം, അതിനിട വരട്ടെ എന്നാണ് പറയുന്നത്. പുനർമിലാവഹ, ഇത് 2 ആളുള്ളതുകൊണ്ട് ആവാമാണ് അവിടെ കർത്താവ്, ആവാം പുനർമിലാവഹ. അപ്പോൾ ഈ പാഠം നല്ല ഒരു പാഠമാണ്. ഈ പാഠം ഒരു തവണ കൂടി ഒന്ന് വായിക്കട്ടെ. പഞ്ചമഃ പാഠഃ സർവേ ഭവന്തു സുഖിനഃ. എത്ര വിശ്വം ഭവത്യേക നീടം ഇത് ചിന്ത അന്യോന്യാശ്രിത ജീവിതേ അനിവാര്യമാവ ഏവ. എവിടെയാണോ ഈ ലോകം മുഴുവനും ഒരു കൂടിൻ്റെ കീഴെ എന്ന പോലെ തോന്നിക്കുന്നത്, ആ സ്ഥലം ഇതാണ് എന്ന് വിശ്വഭാരതി സർവകലാശാലയെ പറ്റിയിട്ട് ടാഗോർ പറഞ്ഞിട്ടുള്ള ധ്യേയവാക്യമാണ്. അദ്ദേഹമാണ് ആ സർവകലാശാല സ്ഥാപിച്ചത്. അങ്ങനെ നമ്മളെല്ലാം ഒന്നാണെന്നുള്ള ഭാവം, അതാണ് എപ്പോഴും വേണ്ടത്. ഇത് ചിന്ത അന്യോന്യാശ്രിത ജീവിതേ അനിവാര്യം. നമ്മൾ പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. നമുക്ക് മറ്റൊരാളുടെ ഒരു ആശ്രയം വേണ്ടെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. എപ്പോഴാണ് ആരുടെയൊക്കെയാണ് ആശ്രയങ്ങൾ വേണ്ടി വരിക എന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ ഓരോരോ പരീക്ഷണങ്ങളാണ്. വൃക്ഷലതാദീൻ പക്ഷിമൃഗാദീൻ, വൃക്ഷലതാദികളെയും പക്ഷിമൃഗാദികളെയും പ്രതി, അവരെയൊക്കെ
കസ്യചിത് ബാലികായാः സ്നേഹः കഥമിതി പശ്യാമः. ആ പക്ഷിമൃഗാദികളോടും വൃക്ഷലതാദികളോടും ഉള്ള ആ സ്നേഹത്തെക്കുറിച്ചാണ് ഇവിടെ ഈ പാഠത്തിൽ പറയുന്നത്. ലതാ പഞ്ചമ്യാം കക്ഷ്യായാം പഠതി. മനസ്സിലായില്ലേ? തസ്യ ഗൃഹസ്യ പുരതഃ ഏകः വടവൃക്ഷः അസ്തി. തസ്മിൻ വൃക്ഷേ ബഹവഃ പക്ഷിണഃ ശാബകാശ്ച. പദച്ഛേദം ചെയ്യണം. ശാബകാഃ ച നിവസന്തി. ലതാ പ്രതിദിനം തേഭ്യഃ ഭക്ഷണം ദദാതി. കിന്തു കേചന തം വടവൃക്ഷം കർത്തയന്തി ഇതി ജ്ഞാത്വാ. അത് പുതിയൊരു വാക്കാണേ. ജ്ഞാത്വാ അത് നല്ലൊരു വാക്കാണ് കേട്ടോ, ഓർമ്മിക്കണേ. ജ്ഞാത്വാ സാ അതീവ ഖിന്ന ജാത. വാർത്താം ഇമാം അധ്യാപകായ നിവേദയിതും സാ തസ്യ ഗൃഹം ഗച്ഛതി. ലത: നമസ്തേ മഹോദയ, സുപ്രഭാതം. അധ്യാപക: നമസ്തേ ലതേ, സുപ്രഭാതം. ആഗച്ഛതു, ഉപവിശതു. കിം ദുഃഖിതാ ലക്ഷ്യത്തെ? ലത: മഹാശയ, സർവേ ഭൂമേഃ സ്വാമിനഃ ഇതി ഭവതാ പാഠിതം കില? അധ്യാപകः: ആം, തത് സത്യമേവ. സർവേ ഭൂമേഃ സ്വാമിനഃ ഏവ. ലത: തർഹി അസ്യാഹ സമസ്യായാः പരിഹാരം വദതു. ഈ ഒരു പ്രശ്നപരിഹാരം വരുത്തണം. അധ്യാപക: കാ സമസ്യ? ലത: മമ ഗൃഹസ്യ പുരതഃ ഏകः വടവൃക്ഷः അസ്തി. തത്ര ബഹവः പക്ഷിണः ശാബകാശ്ച നിവസന്തി. വയം തേഭ്യः പ്രതിദിനം ഭക്ഷണം യച്ഛാമः. അധ്യാപക: ഉത്തമം, നല്ലൊരു കാര്യം തന്നെ. ലത: കിന്തു തം പാദപം ഛേത്തും തസ്യ സ്വാമി നിശ്ചയം അകരോത്. എന്നാൽ നമ്മളിപ്പോൾ ഇവിടെ അർത്ഥം പറയില്ലല്ലോ, ലാസ്റ്റ് അവസാനം നമുക്ക് അർത്ഥം പറയാം. നിശ്ചയം അകരോത് കേനാഭി മാർഗേണ തത് നിവാരയേത്. അധ്യാപക: തവ സഹജീവി സ്നേഹ മഹത്തര ഏവ വത്സേ, അഭിനന്ദനാനി. തസ്യ രക്ഷണാർത്ഥം വയം പരിശ്രമം കുർമഃ ചിന്തയാ അലം. ലത: മഹാൻ സന്തോഷഃ, ധന്യവാദഃ. അധ്യാപകः: ശുഭമസ്തു, പുനർമിലാവഃ. പദച്ഛേദം. ഭവത്യേകനീടം. ഭവതി ഏകനീടം. കഥമിതി. കഥം ഇതി. രണ്ട് വാക്കാക്കാണ് കേട്ടോ, രണ്ട് വാക്കാക്കി പിരിക്കുകയാണ്. ശാബകാശ്ച, ശാബകാഹ ച, എല്ലാം പ്രധാനം തന്നെ. നമസ്തേ, നമഃ തേ. തേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി നമസ്കാരം എന്നാണ്. നമസ്തേ, താങ്കൾക്ക് വേണ്ടി എൻ്റെ നമസ്കാരം എന്നാണ് അർത്ഥം കേട്ടോ. മഹത്തര ഏവ. മഹത്തരഃ ഏവ വിഗ്രഹം. വൃക്ഷലതാദീൻ. വൃക്ഷലതാഃ ച ആദൗ യേഷാം തേ വൃക്ഷലതാദയഃ. താൻ വൃക്ഷലതാദീൻ. അങ്ങനെയാണ് ഇവിടെ വിഗ്രഹിക്കുന്നത്. പക്ഷിമൃഗാദീൻ. പക്ഷിണഃ മൃഗാഃ ച ആദൗ യേഷാം തേ പക്ഷിമൃഗാദയഃ. താൻ പക്ഷിമൃഗാദീൻ. അതായത് വൃക്ഷലതാദീൻ എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളെയും ലതകളെയും എന്നാണ് അർത്ഥം. അത് വിഗ്രഹിക്കുമ്പോൾ വൃക്ഷലതാഃ ച ആദൗ യേഷാം തേ വൃക്ഷലതാദയഃ. പക്ഷിമൃഗാദീൻ അതേപോലെ തന്നെ പക്ഷിണഃ മൃഗാഃ ച ആദൗ യേഷാം തേ പക്ഷിമൃഗാദയഃ. താൻ പക്ഷിമൃഗാദീൻ. പഠനപ്രവർത്തനാനി. സംഭാഷണം കക്ഷ്യയായും അവതാരയതു. ഒരു സംഭാഷണം ഉണ്ടാക്കാം, അത് നിങ്ങൾ ചെയ്യണം. ശബ്ദകോശം പഠിത്വ നൂതന പദാന അർത്ഥം ടിപ്പണി പുസ്തകേ ലിഖതു. പുരതഃ അഗ്രേ. അങ്ങനെ നല്ലൊരു ബുക്ക് വേണം. ബഹവഃ അനേകേ, എല്ലാം ഇതിൽ എഴുതി വയ്ക്കാം. സഹജീവി സ്നേഹം അധികൃത്യ ചർച്ചാം കരോതു. സൂചന പരസ്പര സ്നേഹം. സഹജീവി സ്നേഹം പരസ്പര സ്നേഹം, കാരുണ്യം, പരോപകാരം, ആർദ്രത. മറ്റൊരാൾക്ക് എന്തെങ്കിലും കഷ്ടവും നഷ്ടവും ഒക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സങ്ങോട്ട് അലിഞ്ഞു പോവാണ്, നമ്മൾ മനസ്സ് വേദനിക്കുകയാണ്. പിന്നെ ദയ, നമുക്ക് എല്ലാവരോടും ദയ വേണം. സംബോധന രൂപാണി വദതു. ബാലഃ, ഹേ ബാല. മഹോദയഃ, ഹേ മഹോദയ. ഛാത്രഃ, ഹേ ഛാത്ര. എഴുതണേ. മഹാശയഃ, ഹേ മഹാശയ. വ്യത്യാസമുള്ള മറ്റൊരു പദം. ലതാ, ഹേ ലതേ. ബാലിക, ഹേ ബാലികേ. വത്സ, ഹേ വത്സേ. സുമാ, ഹേ സുമേ. ഇവിടെ 4 വാക്ക് അഹ എന്നതിൽ അവസാനിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ സംബോധന പ്രഥമയിൽ ഹേ ബാലഹ, ഹേ ബാല. അവിടെ വിസർഗം പോയിട്ടോ. ലത എന്നത് ആ എന്നതിൽ അവസാനിക്കുന്ന പദമാണ്. അതിൻ്റെ സംബോധന
ആ എന്നുള്ളത് ഏ എന്നായി മാറുകയാണ്. ലതാ, ഹേ ലതേ. സംബോധനയാണെന്ന് കാണിക്കാൻ ഹേ ശബ്ദം കൂടെ ചേർക്കാണ്. പേടികാതഃ പദാനി സ്വീകൃത്യ ആചാര ഉപചാര ശബ്ദാൻ സംബോധന ശബ്ദാൻ ച വിവിച്യ ലിഖതു. ഇവിടെ ആചാര ഉപചാര ശബ്ദം ഇടതുഭാഗത്തും സംബോധനാ രൂപം വലതുഭാഗത്തും ചേർക്കണം. സുപ്രഭാതം എവിടെയാണ് എഴുതേണ്ടത്? ആചാരോപചാരത്തിൻ്റെ. പുത്ര സംബോധനയാണ്. മഹോദയ സംബോധനയാണ്. ധന്യവാദ അത് ആചാരോപചാരമാണ്. മാളവികേ സംബോധനയാണ്. പുനർമിലാവഹ അത് ആചാരോപചാരമാണ്. ആചാരവും ഉപചാരവും ഒക്കെ കേട്ടിട്ടുണ്ടോ? നമ്മൾ ചെയ്യേണ്ട അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾക്കാണല്ലോ ആചാരം. അത് ആൾക്കനുസരിച്ചുള്ള ഉപചാരങ്ങളും ചെയ്യണം. സുഹൃത്തിനോട് ചെയ്യണം മാതിരി മതിയോ? പിന്നെ വലിയ വലിയ ഗുരുനാഥന്മാരോടൊക്കെ ചെയ്യുക കുറേയും കൂടെ ബഹുമാനം വേണം. അത് മനസ്സിന്നുണ്ടാവണം. ലതികേ അത് എവിടെ വരണം? സംബോധനയാണ്. നമസ്തേ എന്നുള്ളതോ അതൊരു ആചാരോപചാരത്തിൽ പോണം. ഇനി റിക്തസ്ഥാനാനി പൂരയതോ ആഗച്ഛതി അത് ലട്ട് വർത്തമാനകാലമാണ്. അത് ലോട്ടിൽ പറയുമ്പോൾ അത് ഈ പിന്നെ ആഗച്ഛതി എന്ന് പറഞ്ഞാൽ വരുന്നു എന്ന്. ഇനി അത് ലോട്ട് ലകാരം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, വിധി ആശിസ് പ്രാർത്ഥന. ഒരു കാര്യം വിധിക്കുക, കൽപ്പിക്കുക, ആശിസ് മംഗളം കൊടുക്കുക, പ്രാർത്ഥിക്കുക, അപേക്ഷിക്കുക. ആ സമയത്തൊക്കെ ലോട്ട് ഉപയോഗിക്കണം. ആഗച്ഛതി, ആഗച്ഛതോ വന്നാലോ, വരൂ, വരുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഉപവിശതി, ഉപവിശതു, പഠതി, പഠതു, ഗച്ഛതി, ഗച്ഛതു, വദതി, വദതു, ലിഖതി, ലിഖതു. പിന്നെ എന്താണ്? ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ സംഭാഷണം സാഭിനയ അവതാരേത് അവാതാരേത് ശബ്ദകോശ നിരീക്ഷ്യ നൂതനപദാന അർത്ഥമലിഖത് സഹജീവി സ്നേഹസ്യ ആവശ്യകതാ ജ്ഞാത്വ അവദത് ആചാരോപചാര ശബ്ദാൻ ചിത്വ അലിഖത് സംബോധന രൂപാണി അവദത് അലിഖത് ലോട്ട് രൂപാണി അവദത്. ഇനി അനുബന്ധം. ഭൂധാതു പരസ്മൈപതി ലോട്ട്. വെറുതെ വായിക്കണേ ഉള്ളൂ, ഒന്നും കരുതണ്ട. വായിക്കണേ ഉള്ളൂ. കുറച്ച് കൂടെ അത് കഴിയുമ്പോൾ അത് വായിച്ച് അത് കാണാതെ പഠിച്ചോളൂ. അതിൽ പ്രഥമ പുരുഷനിൽ ഏകോദനം ദ്വിവചനം ബഹുവചനം എന്നുള്ള 3 വചനങ്ങളുണ്ടല്ലോ. ഏകോദനത്തിൻ്റെ ചോട്ടിൽ ഭവതു ഭവത, ദ്വിവചനം ഭവതാം, ബഹുവചനം ഭവന്തു. മധ്യമ പുരുഷനിൽ ഭവ ഭവത, ഭവതം ഭവത. ഉത്തമ പുരുഷനിൽ ഭവാനി ഭവാവ ഭവാമ. അത് സാവധാനം പഠിച്ചാൽ മതി. ഒന്നുകൂടെ ടീച്ചർ പറയും. ഭൂധാതു പരസ്മൈപതി ലോട്ട്. ഏകോദനം ദ്വിവചനം ബഹുവചനം എന്ന് മേലെ വേണം. പ്രഥമപുരുഷൻ മധ്യമപുരുഷൻ ഉത്തമപുരുഷൻ നാം മാർജിൻ്റെ അടുത്തും എഴുതണം. പ്രഥമപുരുഷനിൽ ഭവതു ഭവത ഭവത 2 രൂപമുണ്ട്. ഭവതു ഭവതാത് എന്നുള്ള 2 രൂപത്തിൽ പറയാം. ശുഭം ഭവതു ശുഭം ഭവതാത് രണ്ടും പറയാം. ഭവതു ഭവതാത് ഭവതാം ഭവന്തോ. ഭവ ഭവതാത് 2 വാക്കുണ്ട്. ഭവതം ഭവത, ഭവാനി ഭവാവ ഭവാമ, ഭവാനി ആവട്ടെ, പഠാനി പഠിക്കട്ടെ, ഗച്ഛാനി പോകട്ടെ. അങ്ങനെയൊക്കെ ഒരു വാക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ ലോട്ട് ലകാരം. പിന്നെ ആകാരാന്ത സ്ത്രീലിംഗം ലതാശബ്ദം. നമ്മൾ നേരത്തെ വർഷാശബ്ദം പഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഒരു ശബ്ദം കൂടെ വെച്ചിട്ട് പറയുകയും ചെയ്തു. ഇത് ലതാശബ്ദത്തിൻ്റെ ആകാരാന്ത സ്ത്രീലിംഗം ലതാശബ്ദം. ഏകവചനം ദ്വിവചനം ബഹുവചനം. പ്രഥമ വിഭക്തിയിൽ ലതാ ലതേ ലതാഹ. സംബോധന പ്രഥമ ഹേ ലതേ ഹേ ലതേ ലതാഹ. ദ്വിതീയ ലതാം ലതേ ലതാഹ. തൃതീയ ലതയ ലതാഭ്യാം ലതാഭിः. ചതുർത്ഥി ലതായൈ ലതാഭ്യാം ലതാഭ്യः. പഞ്ചമി ലതായാः ലതാഭ്യാം ലതാഭ്യः. ഷഷ്ടി ലതായാः ലതയോः ലതാനാം. സപ്തമി ലതായാം ലതയോः ലതാസു. ഈ ലതാ ശബ്ദം പോലെ നിങ്ങൾ സീതാ ശബ്ദാക്ഷരം മാത്രമേ മാറ്റണുള്ളൂ. രണ്ടും താ എന്നതിലാണ് അവസാനിക്കുന്നത്. ലതാ സീത ഇതേപോലെ എഴുതണം. എങ്ങനെയാണ് എഴുതുക? ഒരു ഉദാഹരണം പറയാം. ലതാ ലതേ ലതാഹ, സീതാ സീതേ സീതാഹ, ഹേ ലതേ ഹേ ലതേ ഹേ ലതാഹ, ഹേ സീതേ ഹേ സീതേ ഹേ സീതാഹ, ലതാം ലതേ ലതാഹ, സീതാം സീതേ സീതാഹ, ലതയാ ലതാഭ്യ ലതാഭിः, സീതയാ സീതാഭ്യ സീതാഭിः, ലതായേ ലതാഭ്യ ലതാഭ്യः, സീതായ സീതാഭ്യ സീതാഭ്യः, ലതായ ലതാഭ്യ ലതാഭ്യः, സീതായാ സീതാഭ്യ സീതാഭ്യः, ലതായ ലതയോः ലതാനാം, സീതായാ സീതയോः സീതാനാം, ലതായ ലതയോः ലതാസു, സീതായാ സീതയോः സീതാസു. എന്തിനാണ് ഇത്രയധികം വാക്ക്? ഒരു വാക്കിന് 24 തരത്തിലുള്ള രൂപം ഇവിടെ വന്നിട്ടുണ്ട്.
ലതാലതേ ലതാഹ, ഒരു ചെടി രണ്ട് ചെടികൾ. എല്ലാ വാക്കിനും ദ്വിവചനം ബഹുവചനമുണ്ട്. പിന്നെ വിഭക്തി പ്രത്യയങ്ങൾക്കനുസരിച്ച് ആ ഏഴും അവിടെ പറയേണ്ടത്. പിന്നെ അർത്ഥം പറയാം. അമരകോശത്തിൻ്റെ പദങ്ങളുടെ പര്യായം പദ്യരൂപത്തിൽ പറയുകയാണല്ലോ. കുലായോ നീടം അസ്ത്രീയാം. കുലായഹ എന്ന് പറഞ്ഞാൽ കൂടാണ്. നീടം അത് അസ്ത്രീയാണെന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീലിംഗമല്ല, അത് നപുംസകലിംഗമാണ്. നീടം എന്ന വാക്ക് നപുംസകലിംഗമാണ്. ഇനി നീടഹ എന്ന് പറയുന്നതാണ് ഇവിടെ പറയണത്. അങ്ങനെയാണെങ്കിൽ അത് പുല്ലിംഗവുമാണ്. വൃക്ഷ, വൃക്ഷോ മഹീരുഹ ശാഖി വിടവി പാദപ തരു. അതിന് വേറെയാക്കി പറയുമ്പോൾ വൃക്ഷ മഹീരുഹ ശാഖി വിടവി പാദപ തരു. വൃക്ഷ, വൃക്ഷം, മഹീരുഹ, മഹി എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. ഭൂമിയിൽ ഇങ്ങനെ വളർന്നു വലുതാവുന്നതാണ് വൃക്ഷം. ശാഖി എന്ന് പറഞ്ഞാൽ ശാഖ ഉള്ളതാണ് വൃക്ഷം. വിടബി എന്ന് പറഞ്ഞാൽ കൊമ്പുകൾ, ശാഖകൾ. വിടബി എന്ന് പറഞ്ഞാൽ ശാഖയുള്ളത് വിടബി. പാദപ്പ, പാദം എന്ന് പറഞ്ഞാൽ കാലാണ്. പാദം കൊണ്ട് പാനം ചെയ്യുന്നത് പാദപ്പ. അവരുടെ വേരുകൊണ്ടാണ് അവിടെ മണ്ണിലുള്ള വെള്ളം അവർ വലിച്ചെടുത്ത് അവരുടെ ഭക്ഷണം പാകം ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും പ്രക്രിയ നടത്തുന്നത്. അപ്പോൾ പാദമെന്ന് അങ്ങനെയാണ് വാക്കുണ്ടായത്. തരു, വൃക്ഷം. ഇനി ആചാരോപചാര ശബ്ദം ധാരാളം പറയുന്നുണ്ട്. നമസ്തേ, ആഗച്ഛതു. നമസ്തേ നമസ്തേ തന്നെ. ആഗച്ഛതു, വരൂ, വന്നാലും, വരട്ടെ എന്നൊക്കെയുള്ള അർത്ഥമാണ്. വരണം എന്നും പറയാൻ ചിലപ്പോൾ. ഉപവിശതു, ഇരിക്കൂ. കുശലം കിം, ക്ഷേമമാണോ, സുഖമാണോ. സുപ്രഭാതം, ഗുഡ് മോർണിംഗ്, സുപ്രഭാതം തന്നെ. ശുഭരാത്രി, ശുഭമായ ഗുഡ് നൈറ്റ് അല്ലേ. ക്ഷമ്യതാം, ക്ഷമിച്ചാലും. അഭിനന്ദനാനി, അഭിനന്ദനങ്ങൾ. ധന്യവാദ, നന്ദി അല്ലെ കൃതജ്ഞത പറയുന്നതിന്. കൃതജ്ഞത രേഖപ്പെടുത്തുന്നിടത്താണ്. ശബ്ദകോശം. പദം സംസ്കൃതം മലയാളം. ഉപവിശതോ, ഇരുന്നാലും. കർത്തേതി ഛേദേതി, മുറിക്കുന്നു. ഗൃഹം ഭവനം വീട്. ഗൃഹം ഭവനം വീട്. നിവേദയിതും, ജ്ഞാപയിതും അറിയിക്കുവാൻ. പക്ഷിണഃ ഗഗ, പക്ഷികൾ. പാദപഃ വൃക്ഷഃ, വൃക്ഷം. പുരതഃ അഗ്രേ, മുമ്പിൽ. ബഹവഃ അനേകെ, ധാരാളം. മുഖേ വദനെ, മുഖത്ത്. വടവൃക്ഷഃ ന്യഗ്രോധഃ, പേരാൽ. ശാബകഃ ശിശവഃ, കുഞ്ഞുങ്ങൾ. സമസ്യ, സമസ്യ. നിരാലംബാൻ, ഉന്നമനായ. കൃതപ്രയത്നാൻ, പരിചിതാൻ. സമാജസേവകാൻ അധികൃത്യ ചർച്ചാം കരോതു. ഈ നിരാലംബരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി പല മഹത് കാര്യങ്ങളും ചെയ്ത വ്യക്തികൾ ഇവിടെ ഉണ്ട്. ഓരോരോ മഹാന്മാരും ഓരോരോ തലത്തിൽ സമാജത്തിന് വേണ്ടി പല പരിഷ്കാരങ്ങളും നടത്തിയിട്ടുണ്ട്. സമാധാനത്തിനൊക്കെ വേണ്ടിയിട്ട് നോബൽ പുരസ്കാരമൊക്കെ നേടിയിട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ ഇനി ഇവിടെ ഈ നിരാലംബരെ ഉന്നമനായ, അവരെ ഉയർത്തുവാൻ വേണ്ടി, അവരെ നല്ല വഴിക്ക് അവരെ ഒന്നുകൂടി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പരിചിതാൻ സമാജസേവകാൻ അധികൃത്യ ചർച്ചാം കരോതു. അവർ ചെയ്തിട്ടുള്ള സമാജസേവയെക്കുറിച്ചിട്ട്, സമാജത്തിനുള്ള സേവ എന്ന് പറഞ്ഞാൽ പണത്തെ ആഗ്രഹിക്കാതെ അവനവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് സേവ അല്ലെങ്കിൽ സേവനം. അത് ചെയ്യാനുള്ള ഒരു മനസ്സ് ഒരുക്കണം. അധികൃത്യ ചർച്ചാം കരോതു. അനന്തരം പാഠഭാഗം. ഏകവാരം ശീഘ്രമഹം പഠാമി. യൂയം സർവേ പുസ്തകം പശ്യ. പാഠം മാത്രമേ വായിക്കണുള്ളൂ. ആരും ഒന്നും വിചാരിക്കേണ്ട. പാഠം വലിയ പാഠമാണ്. ധാരാളം പഠന പ്രവർത്തനങ്ങൾ ഇതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നല്ലൊരു പാഠമാണ് ഇത്. എല്ലാവരും ഇതിലുള്ള എല്ലാ കാര്യങ്ങളും നന്നായി പഠിക്കുക. ഇനി ഞാൻ പാഠം വായിക്കട്ടെ. പഞ്ചമഹാപാഠഃ സർവേ ഭവന്തു സുഖിനഃ. എത്ര വിശ്വം ഭവത്യേക നീടം ഇതി ചിന്ത അന്യോന്യാശ്രിത ജീവിതേ അനിവാര്യമേവ. വൃക്ഷലതാദീൻ പക്ഷിമൃഗാദീൻ ച പ്രതി കസ്യചിത് ബാലികായാഃ സ്നേഹഃ കഥമിതി പശ്യാമഃ. ലത പഞ്ചമ്യാം കക്ഷ്യായാം പഠതി. തസ്യ ഗൃഹസ്യ പുരതഃ ഏകः വടവൃക്ഷः अस्ति. തസ്മിन् ഗൃഹേ ബഹവः പക്ഷിണः ശാബകാശ്ച നിവസന്തി. ശാബകാശ്ച. ലത പ്രതിദിനം തേഭ്യഃ അവർക്ക് വേണ്ടി ഭക്ഷണം ദദാതി ഭക്ഷണം കൊടുക്കുന്നു. കിന്തു എന്നാൽ കേചന തം വടവൃക്ഷം കർത്തയന്തി വെട്ടുന്നു. ഇതി ജ്ഞാത്വാ മനസ്സിലാക്കിയിട്ട്. സാ അതീവ ഖിന്ന ജാത അവൾ വളരെയധികം ദുഃഖിതയായി.
വാർത്താമിമ അധ്യാപകായ നിവേദയിതും സ തസ്യ ഗൃഹം ഗച്ഛതി. ഈ വാർത്ത അധ്യാപകനെ അറിയിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അവൾ പോകുന്നു. അവരുമായിട്ട് ചർച്ച നടത്തുന്നു. ലത: നമസ്തേ മഹോദയ, സുപ്രഭാതം. അധ്യാപക: നമസ്തേ ലതേ, സുപ്രഭാതം. ആഗച്ഛതു ഉപവിശതു. കിം ദുഃഖിത ലക്ഷ്യത്തെ? ലത: മഹാശയ, സർവേ ഭൂമേः സ്വാമിനः ഇതി ഭവതാ പാഠിതം കില? അധ്യാപകः: ആം, തത് സത്യമേവ. സർവേ ഭൂമേः സ്വാമിനः एव. ലത: തർहि अस्याः समस्यायाः परिहारं वदतु. अध्यापकः: का समस्या? लता: मम गृहस्य पुरतः एकः वटवृक्षः अस्ति. तत्र बहवः पक्षिणः शाबकाः च निवसन्ति. बहुवचनानि निवसन्ति. वयं तेभ्यः प्रतिदिनं ഭക്ഷണം യച്ഛാമഹ. ഞങ്ങൾ നിത്യവും ഭക്ഷണം നൽകുന്നുണ്ട്. പുതിയ വാക്കാണ്, യച്ഛാമഹ, നൽകുന്നു. അധ്യാപക: ഉത്തമം, വളരെ സമീചീനം, നല്ലത്. ലത: കിന്തു തം പാദപം ഛേത്തും തസ്യ സ്വാമി നിശ്ചയം അകരോത്. കേനാപി മാർഗേണ തന്നിവാരയേത്. എന്തെങ്കിലും മാർഗം ഉപയോഗിച്ച് ഒന്ന് തടയണം. അധ്യാപക: തവ സഹജീവി സ്നേഹ മഹത്തരായവ വത്സേ അഭിനന്ദനാനി. തസ്യ രക്ഷണാർത്ഥം വയം പരിശ്രമം കുർമഃ ചിന്തയാലം. ലത: മഹാൻ സന്തോഷഃ, ധന്യവാദഃ. അധ്യാപക: ശുഭമസ്തു, പുനർമിലാവഹ. അവിടെ ആവാമാണ് കർത്താവ്. നമ്മൾ രണ്ടുപേരല്ലേ അവിടെയുള്ളൂ, അധ്യാപകനും ലതയും മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ആവാം പുനർമിലാവഹ, നമുക്ക് വീണ്ടും കാണാം. ഇവിടെ ഈ പാഠഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. പാഠഭാഗം വല്ലാതെ നീണ്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കൊരു മടുപ്പ് തോന്നാൻ സാധ്യതയുണ്ട്. അങ്ങനെ മടുപ്പൊന്നും തോന്നരുത്. കുറച്ച് ഭാഗങ്ങളായിട്ട് നോക്കിയിട്ട് പാഠം മനസ്സിലാക്കിയാൽ മതി. എല്ലാവരും പാഠം ഒന്ന് നോക്കണം, മനസ്സിലാക്കണം. എല്ലാവർക്കും വിജയാശംസകൾ. നമസ്തേ.